അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അങ്ങനെ റസൂലും സഹാബത്തും നടന്ന് വാദി ദഫ്റാൻ എന്ന് പറയുന്ന സ്ഥലത്തെത്തി. അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വഹി വരുന്നു. അബൂ സുഫിയാന്റെ നേതൃത്വത്തിലുള്ള കച്ചവട സംഘം അവർ മറ്റൊരു വഴിയിലൂടെ രക്ഷപ്പെട്ടുകൊണ്ട് മക്കയിലേക്ക് എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ അബൂജഹലിന്റെ നേതൃത്വത്തിലുള്ള സൈനിക സംഘം മുന്നോട്ട് വരുന്നുണ്ട്. രണ്ടാലൊരു സംഘത്തെ അള്ളാഹു നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ടെന്ന് പറയുകയാണ്. ഈ സംഭവം സഹാബത്തുമായി മുശാവറ ചെയ്യുന്നു. സഹാബത്ത് സന്നദ്ധത പ്രകടിപ്പിക്കുന്നു. ഒരുമിറ്റന്റെ തലത്തിലെത്തി ഫുജ്അത്താലെ ഭവിത്തേ ഉമുറതിൽ സമ്മതിക്കും പൊൽമത്തിലും ഉണ്ടോ മോഹിതത്തെ ഉരത്തതുക്ക് ജഗലുക്കെല്ലാം കരുണദാത്ത് നബിയേ ഉമ്മതെ കൊണ്ടും ഉമൈ തിരിത്ത വഴിയെ കൊണ്ടും നബിയേ. അങ്ങനെ സഹാബത്തെല്ലാം സന്നദ്ധത പ്രകടിപ്പിക്കുകയാണ്. അങ്ങനെ റസൂലും സഹാബത്തും സഞ്ചരിച്ചുകൊണ്ട് ദിബ്ബ എന്ന് പറയുന്ന സ്ഥലത്തെത്തി. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും അവർ ഖുറൈശികളെ പറ്റി അന്വേഷിച്ചു. അങ്ങനെ വിവരം കിട്ടി. രണ്ട് വെള്ളം കോരുന്ന ആളുകളെ കണ്ടെത്തി. അവരോട് കാര്യങ്ങളൊക്കെ ചോദിച്ചു. അവർ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. എന്തും നബിയുള്ള ഇണ്ട് തീഹാമിന് ഇഖ്റാജായുള്ളോരിൽ ഇഖ്വാഫത്തെ ശുജായികൾ ഏതെല്ലാം ഉണ്ട് ഹഖോദിഡൂവീൻ. അങ്ങനെ അവർ ആരൊക്കെയുണ്ടെന്നൊക്കെ പറഞ്ഞു കൊടുത്തെല്ലാം ഖുറൈശികളെ പറ്റിയുള്ള വിവരമൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ലഭിച്ചു. അവിടെ നിന്ന് വീണ്ടും സഞ്ചരിക്കുന്നു. റമളാൻ 16 രാത്രി ഒരു വെള്ളിയാഴ്ച രാവിൽ അവർ ബദറിൽ എത്തിച്ചേർന്നു. അങ്ങനെ അന്ന് രാത്രി സഹാബത്ത് എല്ലാവരും ഉറങ്ങിയപ്പോൾ അവർക്ക് ഇൻസാലുണ്ടായി, സ്വപ്നസ്ഖലനമുണ്ടായി. രാവിലെ കുളിക്കാൻ വെള്ളമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പരാതി പറഞ്ഞു. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്തു. ശക്തമായ മഴ പെയ്തു. ഈ മഴ സഹാബാക്കൾക്ക് വലിയൊരു അനുഗ്രഹമായി. അവർ ഹൗള് കെട്ടിക്കൊണ്ട്, തടാകം കെട്ടിക്കൊണ്ട് വെള്ളം ശേഖരിച്ചു. അതിൽ നിന്ന് വുളൂ ചെയ്തു, കുളിച്ചു, മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു. എന്നാൽ ശത്രുക്കളെ സംബന്ധിച്ചിടത്തോളം ഈ മഴ വലിയൊരു ദുഃഖമാണ് അവർക്കുണ്ടാക്കിയത്, വളരെ പ്രയാസമാണ് അവർക്കുണ്ടാക്കിയത്. മഴവെള്ളമെല്ലാം ഒലിച്ചുകൊണ്ട് അവർ നിന്നിരുന്ന സ്ഥലത്തേക്ക് വന്നുകൊണ്ട് വളരെ പ്രയാസം സൃഷ്ടിച്ചു. അങ്ങനെ അവർക്ക് വെള്ളമില്ലാതായപ്പോൾ അവരിൽ നിന്ന് ഒരാൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹൗളിൽ നിന്നും വെള്ളമെടുക്കാൻ വേണ്ടി കടന്നു വരികയാണ്. അവിടെ മുതലാണ് രണാങ്കരം ആരംഭിക്കുന്നത്.